ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്സ്ട്രോക്കിൻ്റെ ആപ്പിനകത്ത് എങ്ങനെയാണ് നമുക്കൊരു ഡെലിവറി ഓർഡർ ചെയ്യാമെന്നാണ്. ഞാൻ ലൈവായിട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ അപ്സ്ട്രോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് ഇട്ടാൽ മതി, എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്സ്ട്രോക്കിൽ ആപ്പിലേക്ക് കിടക്കാം. ഇത് എൻ്റെ വാച്ച് ലിസ്റ്റാണ്. ഞാനിപ്പോൾ ഡെലിവറി ഓർഡർ എടുക്കാൻ ഇപ്പം ഞാൻ ഒരു ഓർഡർ എടുത്തിട്ടുണ്ട്, അത് ചെയ്തതിനെ കാണിക്കാം. ഇത് ഓലയിലാണ് ചെയ്യുന്നത്. എടുത്ത് വെച്ചിട്ട് താഴേക്ക് പോയി ഞാൻ കാണിച്ചു തരാം. ഞാൻ പ്ലേസ് ചെയ്ത ഓർഡർ ഈ ഓർഡർ ബുക്കിൻ്റെ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ ഓർഡർ കിടക്കുന്നുണ്ട്. ഈ ഓർഡർ എങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. എന്നിട്ട് എന്തൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം എന്നുള്ളവരും പറയാം. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴെ ബൈന്നും സെല്ലെന്നും ഓപ്ഷൻ കാണാം. നമുക്ക് ഇവിടെ അതിൻ്റെ സമ്മറി കാണാം, ഇവിടെ ആണെങ്കിൽ ചാർട്ടും കാണാം. നമുക്ക് ചാർട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ചാർട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഓല എന്തിനും എൻട്രി എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് അത്യാവശ്യം ഇത് ലിസ്റ്റ് ചെയ്തതിൻ്റെ മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് എൻട്രി എടുത്ത് കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ്. വീണ്ടും ഞാൻ കഴിഞ്ഞ സെല്ല് ചെയ്തിരുന്നു. അത് വീണ്ടും ഒരു എൻട്രിയുടെയും 2 ദിവസം പ്രോഫിറ്റാണ്. പിന്നെ ഇന്നിപ്പോൾ താന്നിട്ടുണ്ട് വീണ്ടും. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി പ്രതീക്ഷിച്ചാണ് ഞാനിവിടെ എൻട്രി എടുക്കുന്നത്. ചില ഇന്ന് തന്നെ മുകളിലേക്ക് കയറിയൊന്നും വരത്തില്ല, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കാരണം. അതാണ് ഞാൻ ഡെലിവറിയിൽ എൻട്രി എടുത്തേക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കെൻ്റെ സമ്മറിയിലേക്ക് നോക്കാം. ഇതൊരു സപ്പോർട്ടിംഗ് പോയിൻ്റായിട്ട് നിൽക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സമ്മറി നോക്കാം. ഇപ്പോൾ ഏകദേശം വീണ്ടും മുകളിലേക്ക് തന്നെ കയറി തുടങ്ങിയിട്ടുണ്ട്. അതായത് 142 വരെ നിങ്ങൾക്ക് ടുഡേസ് ലോ കാണാൻ സാധിക്കും. 142.60 വരെ താഴേക്ക് താന്നിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്താണ്ട് 157 കണ്ടായിരുന്നു. അതായത് ഓപ്പൺ ആയ സമയത്ത് ഹൈയിൽ നിന്നു, പിന്നെ താഴേക്ക് വന്നു, പിന്നെ പയ്യെ വീണ്ടും മുകളിലേക്ക് കയറുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇന്നലെ നാളെ കയറും, അത് കാരണമാണ് ഞാൻ ഡെലിവറി എടുത്തേക്കുന്നത്. എടുക്കുന്നതിനനുസരിച്ച് താഴെയുള്ള ഈ ബൈ കാണാൻ പറ്റും, സെല്ല്. ഇപ്പോൾ ഇവിടെ ഈ വ്യൂ പൊസിഷൻ്റെ അകത്ത് ടുഡേസ് പ്രോഫിറ്റ് ലോസ് കാരണം ഓൾറെഡി ഞാൻ എൻട്രി എടുത്തേക്കുന്നത് കാരണമാണ് ഞാൻ വീണ്ടും എടുത്ത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. നമുക്ക് ആ പൊസിഷൻ ഡയറക്റ്റ്ലി കാണണമെങ്കിൽ ഓക്കെ, അത് ഞാൻ പറഞ്ഞു പോയേക്കാം. നമ്മൾ ഓൾറെഡി എടുത്തൊരു പൊസിഷൻ കാണണമെങ്കിൽ ഇവിടെ വ്യൂ പൊസിഷനിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പ്രോഫിറ്റ് ലോസൊക്കെ ഇവിടെ തന്നെ ഡയറക്റ്റ്ലി കാണാൻ സാധിക്കും. അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഡെലിവറി ഓർഡർ എടുക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡെലിവറി സാധനം എടുക്കുന്ന ബൈ ഓർഡർ എടുക്കാറുള്ള ആൾക്കാർ ബൈ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇൻട്രാഡേക്കാണ് നമുക്ക് സെല്ല് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റുന്നത്. നമ്മളോട് ബൈ ക്ലിക്ക് ചെയ്യുക. ബൈ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ് ഇൻട്രാഡേക്ക് വരുന്ന പോലെ തന്നെ ഇവിടെ ഒന്നെങ്കിൽ റെഗുലറായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ റെഗുലറായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ GTT ചെയ്യാം. ഇവിടെയാണ് ക്വാണ്ടിറ്റി അടിക്കാനുള്ള ഓപ്ഷൻ. ഇവിടെയാണ് നമ്മൾ പ്രൈസ്. ഒന്ന് നമുക്ക് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ലിമിറ്റ് പ്രൈസ് ആയിട്ട് എടുക്കാം. മാർക്കറ്റ് പ്രൈസ് എന്ന് ഇപ്പോൾ എത്രയാണോ മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് നമുക്ക് ആ മാർക്കറ്റ് പ്രൈസിൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇടുകയാണെങ്കിൽ നമ്മളിവിടെ എത്ര ക്വാണ്ടിറ്റി അടിക്കുക. എൻ്റെ ഇനി അധികം ബാലൻസ് ഉണ്ടാവത്തില്ല, എന്നാലും ഒരു ക്വാണ്ടിറ്റി അടിച്ചു കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു 80 ക്വാണ്ടിറ്റിയോളം 80 ക്വാണ്ടിറ്റി തന്നു. ഞാനിപ്പോൾ ഡെലിവറി എടുത്തു, അത് കാരണം അധികം പൈസ ഇല്ല. ഓക്കെ, ക്വാണ്ടിറ്റി അടിച്ചപ്പോൾ ഇവിടെ മാർക്കറ്റാണ് നമ്മൾ ഇട്ടേക്കണമെങ്കിൽ ഇവിടെ ബൈ ഡിഫോൾട്ട് ഡെലിവറി ആക്കി ഇടണം. ഇൻട്രാഡേ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡെലിവറി എടുത്തു കഴിയുമ്പോൾ ഇവിടെ എത്രയാണോ ലാസ്റ്റ് ട്രേഡഡ് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് ആ പ്രൈസിന് ഏതാണ് സെല്ലേഴ്സുള്ള ആ സെല്ലിന് ആ ഓർഡർ എക്സിക്യൂട്ട് ആവും. നമ്മൾ ഇനി ലിമിറ്റാണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ലിമിറ്റ് പ്രൈസ് അടിക്കണം. നമ്മൾ എത്രയാണ് പ്രൈസ് അടിച്ചേക്കുന്നത്, ഇപ്പോൾ ലിമിറ്റ് അടിച്ചു. ഞാനിപ്പോൾ അടിക്കുന്നത് ബൈ ആണ്. ഞാനതൊരു 142.44 എന്ന് അടിച്ചിരിക്കുക, അല്ലെങ്കിൽ 140 അടിക്കാം. 140.0 അടിച്ചു. ചിലപ്പോൾ ഇതൊന്ന് അന്ന് അടിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കാരണമാണ് നമ്മളത് കഴിഞ്ഞിട്ട് താഴെയുള്ള ഈ സൈപ്പ് ടു ബൈ എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, അതിൽ സൈപ്പ് ടു ബൈ കൊടുക്കുക. നമുക്ക് ഇച്ചിരി ചെറിയ എടുക്കാം. ഏതായാലും താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് ഒരു ക്വാണ്ടിറ്റി ആണെങ്കിലും, കാരണം 20 രൂപ കോസ്റ്റ് വരും. ഇത് ബൈ തന്നെയാണ് 36.9. ഓക്കെ, സൈപ്പ് ടു ബൈ കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിങ്ങനെ ഒരു ഓപ്പൺ ഓർഡർ ആയിട്ട് കിടക്കുകയാണ്. ഇനി എപ്പോഴാണോ പ്രൈസ് 136.9 എന്നുള്ള പ്രൈസ് മാച്ച് വരുന്നത് ആ സമയത്തായിരിക്കും ആ ഓർഡർ എക്സിക്യൂട്ട് ആവണേ. നമുക്കിപ്പോൾ ചെയ്ത ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്യാൻസൽ കൊടുത്ത് ഞാൻ ഓർഡർ ക്യാൻസൽ ചെയ്യാം എപ്പോഴാണെങ്കിലും. ഇപ്പോൾ ഞാൻ എൻ്റെ എക്സിക്യൂട്ട് ആയ ഓർഡറാണ് ഈ കിടക്കുന്നത്. അത് കാണുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ ഈ ഓർഡർ ബുക്കിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ ഓർഡർ കിടക്കാം. നമ്മളിപ്പോൾ ചെയ്ത ഓർഡർ കിടക്കാൻ കാണാൻ പറ്റും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ വ്യൂ പൊസിഷൻ എന്നുള്ള
കിടക്കും. നമ്മൾ ഇന്ന് ചെയ്ത ഓർഡർ ഡെലിവറി ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇൻട്രാഡേയിലേക്ക് വേണ്ടി കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ഇപ്പോഴത്തേത് ലോസാണ്, ഏകദേശം 143 റുപ്പീസ് ലോസിലാണ് നിൽക്കുന്നത്. സോറി, പ്രൈസ് നിൽക്കുന്ന 143 ആണ്, അതുകൊണ്ട് ഡേ ലോസ് നിൽക്കുന്ന 67 ആണ്. എൻ്റെ എൻട്രി പോയിൻറ്റ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. 144.6 80 ക്വാണ്ടിറ്റിയാണ്. ഇതിനി നമുക്ക് ഇന്ന് തന്നെ സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ആ സ്റ്റോക്കിൻ്റെ അകത്ത് അത് പറ്റും. ഏഞ്ചൽ ബുക്കിങ്ങിലാണെങ്കിൽ എനിക്ക് വേണ്ട ഒരു 50% ഫണ്ട് അവിടെ ബാലൻസ് വേണം. ബാക്കി ഫുൾ സർവീസ് ബ്രോക്കേഴ്സിനകത്ത് നമ്മൾ ഡെലിവറി ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ഇൻട്രാഡേയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇൻട്രാഡേ ചാർജ് കൊടുക്കേണ്ടി വരും. അതും എല്ലാതും സാധിക്കും അത്, പക്ഷേ അതിന് എന്തൊക്കെയോ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. ഇതിൻ്റെ അതാകുമ്പോൾ നമ്മളിപ്പോൾ സ്ക്വയർ ഓഫ് വേണമെങ്കിൽ ചെയ്യാൻ വേണമെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വൈപ്പ് ടു സെല്ലിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ആവും, ഇൻട്രാഡേ പോലെ തന്നെ വർക്കാവും. പക്ഷേ അതിന് ഇൻട്രാഡേയുടെ ചാർജ് എക്സ്ട്രാ ആഡ് ആവുന്നു മാത്രമേ ഇതിനകത്ത്. അപ്പോൾ ഡെലിവറി ഓർഡർ എടുക്കുന്നതിനെ മത്സരത്തിന് ഇന്നത്തെ മാർക്കറ്റ് അവർ കഴിയുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഇത് വരും. ഇപ്പോൾ ചെയ്തേക്കുന്നതാണ് പോർട്ട്ഫോളിയോയിൽ വന്ന് കിടക്കുന്നതിന് ഡെലിവറി ആയതുകൊണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ പോർട്ട്ഫോളിയോ എന്നുള്ള എടുത്തു കഴിയുമ്പോൾ 18 ക്വാണ്ടിറ്റി ബൈ ആണ്, 144.6 പ്രൈസ്. ഇപ്പോഴത്തെ ലോസ് വെക്കുന്നത് 163 ആണ്, കാരണം ലാസ്റ്റ് ട്രേഡർ പ്രൈസ് 142.42 ആണ്, 60 ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നൊരു ഇന്ന് ചിലപ്പോൾ മൊത്തം താഴേക്ക് പോയാലും നാളെ അത് റിക്കവർ ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, ഡെലിവറി ആക്കിയത് ഇൻട്രാഡേ ചെയ്യാതെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കേണ്ട. പിന്നെ പറഞ്ഞ പോലെ അപ്പ് സ്റ്റോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് എടുക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെന്താ, നമ്മൾ ഡെലിവറി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഹോൾഡിങ്സിലേക്ക്, നാളെ അത് ഹോൾഡിങ്സിലേക്ക് വരും നമ്മൾ വെച്ചിട്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇതിപ്പോൾ എൻ്റെ ITC പണ്ട് കുറേ മുമ്പ് എടുത്താണ്, അത് നമ്മൾ അത് 3,000 പ്രോഫിറ്റ് കിടക്കുന്നുണ്ട്. അത് സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിൽ ഡെലിവറിയിലേക്ക് വന്ന സാധനം സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിൽ അവിടെ പോയി ക്ലിക്ക് ചെയ്യുക, താഴെ ഡയറക്റ്റ്ലി സെല്ല് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ഇൻട്രാഡേ ആണെങ്കിൽ ഡയറക്റ്റ്ലി അവിടെ വെച്ച് തന്നെ സ്ക്വയർ ഓഫ് ചെയ്യാം. നമ്മൾ ഒരിക്കൽ ഡെലിവറിയിലേക്ക് വന്ന സാധനമാണെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഹോൾഡിങ്സ് എന്നുള്ള ഈ ടാബിലേക്ക് സ്വിച്ച് ചെയ്യണം. ഈ പൊസിഷനുള്ള ടാബിലായിരിക്കും കിടക്കുന്ന ഈ പോർട്ട്ഫോളിയോ എന്നുള്ള എടുക്കുമ്പോൾ ഹോൾഡിങ്സിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലിവിടെ കാണാൻ സാധിക്കും. നാളെ ഇതിപ്പോൾ ഓരോന്നോരോ സാധനം ഇവിടെ നിന്ന് കിടക്കുന്നുണ്ടാവും. എനിക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, ഓക്കെ, ഞാൻ പറഞ്ഞ ക്ലിയർ ആയിരിക്കുന്നു. ഈ 2 മിനിറ്റ് നിങ്ങൾ ഓർത്തിരിക്കണ്ടേ. നിങ്ങൾ പോർട്ട്ഫോളിയോ നാളെ നോക്കുമ്പോൾ നിങ്ങൾ ഡെലിവറി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എവിടെ പോയി എന്ന് ആലോചിക്കും. നമ്മൾ പിറ്റേ ദിവസം നേരം എടുക്കാൻ ഓർഡർ ബുക്കിനകത്ത് കാണത്തില്ല, ഈ പോർട്ട്ഫോളിയോയിലേ കാണത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് പൊസിഷനിൽ കാണത്തില്ല. ഈ ഹോൾഡിങ്സിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്ത് നോക്കണം, എന്നാലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട. അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, വോയിസ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ക്ലിയർ ആയി ഇരിക്കുന്നു. നിങ്ങളിപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് ക്വിക്കായിട്ട് പറഞ്ഞുതരാം മനസ്സിലാവാത്തവർക്ക്. നിങ്ങളിവിടെ ഓർഡർ എടുത്തു, ഇത് കംപ്ലീറ്റ് എടുത്ത് കാണിക്കുന്നു, ഡെലിവറി ആയി. പക്ഷേ ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ തന്നെ ഓർഡർ ബുക്കിൽ കിടക്കും. നമുക്കത് ഇൻട്രാഡേയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് വ്യൂ പൊസിഷനിലത് പോയി നമുക്കത് ഇൻട്രാഡേയായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇന്ന് തന്നെ സ്കോർ ഓഫ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നാളെ ആകുമ്പോൾ നിങ്ങളുടെ ഈ പോർട്ട്ഫോളിയോ മെനുവിൻ്റെ അകത്തായിരിക്കും വന്ന് കിടക്കുന്നത്. പോർട്ട്ഫോളിയോ മെനുവിൻ്റെ പൊസിഷനകത്തായിരിക്കില്ല കിടക്കുന്നത്, ഈ ഹോൾഡിങ്സിനകത്തായിരിക്കും വന്ന് കിടക്കുന്നത്. അപ്പോൾ ഹോൾഡിങ്സിൽ പോയി ഞാൻ ഓൾറെഡി ഹോൾഡിങ്സ് കിടക്കുന്നതിൽ ഞാൻ കാണിച്ചതുപോലെ ഹോൾഡിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് സെല്ല് എന്നുള്ള ഓപ്ഷൻ കിട്ടും. നമുക്ക് ഏത് പ്രൈസിനാണ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എൻ്റർ ചെയ്ത് നമുക്കത് സെല്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അറിയാമെന്ന് പറഞ്ഞുതരാം. ബൈ, സീ യു.